വസു, ഞാൻ എത്തി. മുന്നാരും ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷം കെട്ടണ്ട. എന്താ ഇവിടെ? തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില ഉദാസ ഇവിടെ വാടാ. പ്രേമദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ, ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. ഇല്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ A to Z കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവന് ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോലാവെന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ചോറ്. എന്താ ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? താൻ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം. മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, സുഭദ്രാമച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം. അതെ അതെ, അരുത്. എന്റെ ഉണ്ണീഷ്ടന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ ഒന്ന് പോവാ. നീ മുത്തശ്ശിയോട് പറഞ്ഞോ? കീഴ്ക്കോടതിനുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി. ആതിരേ വരൂ. ഒന്ന് മാറി നിൽക്കും മരമണി മാമ. അധികം വയ്യാതെ ഇങ്ങ് എത്തണം. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ അതോ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചതല്ലേ, പോയി വരട്ടെ. ആതിരേ വരൂ. ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്രോദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ബാല, ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമധ്യേ നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ഞാൻ പോവും. അതിനെ കയറ്. അധിക പ്രസംഗം വേണ്ട. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. അതിനെ കയറാൻ. വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. എന്റെ ബാലേട്ടനല്ലേ പറയണ ആതിരേ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. കുസൂർ എന്താ? ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്കത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ? കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കയറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. ഡോണ്ട് വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആസാമിയുടെ ഒരു പ്രവചനേ. വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അല്ലേ? അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. അല്ലാതെ
സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ചാ പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി വളരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിൽ കയറി തൂങ്ങി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ വാ. അയ്യോ അയ്യോ, ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വരൂ. വേണ്ട, പിടിക്കണ്ട, ഞാൻ തനിയെ വന്നോളാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കെണിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്കെന്തേ? അതൊക്കെ വർഷാത്തിൽ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. റാണി മമ്മ അതിനെ വരൂ, ആവി പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ ആ നോട്ടം ശ്രദ്ധിച്ചോ? എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. കൊത്ത് കൊത്ത്, കൊളുത്തിന്റെ കഴുത്തീ കേറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതോ ഒരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. എന്നാ ഇര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസു. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്നൊരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം, ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുവദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി ഡേ. സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്. ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ട്. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ എത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെയല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത്. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരെയും കഴുത്തുമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ പറക്കില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ചോടിച്ചു. വൃത്തിയിട്ടവനെ, അവൻ നമ്മളെ അറിയിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറസ് കൂടി വന്നാലോ? അവൻ നേർ വഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിഴക്കസ് കൂടി വന്നാൽ? എങ്കിൽ വളരെ സൗകര്യമായി. അവൻ നേരെ കിണറിനകത്ത് വീണോളും. അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം? അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കന്റെ പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോം ഹരിഹോം. ഓക്കെ, അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം.
ഏത് പട്ടിയാണാവോ പ്രേമദാസൻ പട്ടി? ഒരു നിലവിളി കേട്ടത്? അയ്യോ ഇതാരായി കിടക്കണേ? എന്താ എന്റെ പറശ്ശിനി കിടവ് മുത്തപ്പാ, ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പള്ളി, ഇതാരാണെന്ന് നോക്കുക. ഞാനോ? മറ്റുള്ള തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം. ഒന്ന് നോക്കണ്ടേ? എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിലിട്ട് പറഞ്ഞ പോലെ. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു തന്നത്? അറിയില്ല, എങ്ങനെ എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ ഉണ്ണികൃഷ്ണ! അയ്യോ. അയ്യോ. അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റ് ആയി തുടങ്ങിയോ എന്ന സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കുന്നത് നന്നായി. പോയില്ലയോ? എന്താ ഈശ്വര,